Hi, have you ever wondered why some killings are called culpable homicide and some are murder? അല്ലേ, ചില കൊലപാതകങ്ങൾക്ക് നമുക്ക് ഡെത്ത് പെനാൽറ്റി കിട്ടുന്നു. ചിലതിന് ചിലപ്പോൾ ഒരു 10 വർഷം ഇംപ്രിസ്മെന്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു കാലഘട്ടം ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയാവും നമ്മുടെ പണിഷ്മെന്റ് രീതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ചിലത് കൾപ്പബിൾ ഹോമിസൈഡ്, ചിലത് മർഡർ. വാട്ട്സ് ദ ആക്ച്വലി റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ? അല്ലേ, ഇത് ആക്ച്വലി നമ്മുടെ ക്രിമിനൽ ലോയിലെ ഏറ്റവും തിന്നസ്റ്റ് ആൻഡ് മോസ്റ്റ് കൺഫ്യൂസ് ടോപ്പിക്കാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ ടോപ്പിക്. സോ കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ, ഇതിൽ രണ്ട് ടോപ്പിക്സിലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൺ പേഴ്സൺ കിൽസ് അനദർ പേഴ്സൺ. ദാറ്റ്സ് കോൾഡ് ഹോമിസൈഡ്, നോ? സോ അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇതിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രൂഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി അവർ മൈൻഡ്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റൻഷൻ, സെക്കൻഡ് വൺ ഈസ് നോളജ്. ഈ രണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റെ സെവിറബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അത് എത്രണ്ടും കൂടിയിരിക്കുന്നു, അത് എത്രയും കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ബേസിക് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ ഉള്ള ചെറിയ രീതിയിലുള്ളൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഈ രണ്ട് ടോപ്പിക്കിലും വരുന്നത്. ഫോർ എക്സാമ്പിൾ, കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഈസ് ഡെഡ്. ഒരാളെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ കൊല ചെയ്യപ്പെടുകയാണ്. അതിൽ ആ കൊല ചെയ്യുന്ന ആൾക്ക് there is a knowledge that death might happen. കൊലപാതകം സംഭവിക്കാം അല്ലെങ്കിൽ അവിടെ മരണം സംഭവിക്കാം എന്നുള്ളൊരു നോളജ് അവർക്കുണ്ട്. ബട്ട് ഫുൾ ഇൻറ്റൻഷൻ ഇല്ല. ഒരു ഫുൾ ഇൻറ്റൻഷനോ ഫുൾ പ്രിപ്പറേഷനിലോ ഫുൾ പ്ലാനിങ്ങിലോ നടക്കുന്ന ഒരു ഡെത്ത് അല്ല. ബട്ട് ആസ് ഫാർ ആസ് മർഡർ ഈസ് കൺസേൺ, മർഡർ എന്ന് പറഞ്ഞാൽ a person intend to kill that particular person. അവിടെ ഫുള്ളി ഇൻറ്റൻഷൻ ഉണ്ട്, വി ഹാവ് എ പ്ലാനിങ് ആൻഡ് ഓൾസോ എ പ്രിപ്പറേഷൻ. സോ ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഞാനൊരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു റോഡ്. അവിടെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ട് എ എന്ന വ്യക്തി വണ്ടി ഓടിക്കുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന ടൈമിൽ പെഡസ്ട്രിയൻ ആയിട്ടുള്ള ഒരാളെ, അതായത് ഒരു കാൽനട യാത്രക്കാരനെ ഈ എയുടെ വാഹനം ഇടിച്ചിടുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്ക് നോളജ് ഉണ്ട്, ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് അവിടെ ഒക്കറി ചെയ്യാം. ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള റോഡാണ്, ചിലപ്പോൾ അവിടെ ആരെങ്കിലും ഇടിച്ചിടാമെന്ന് എയുടെ മൈൻഡിൽ തോന്നാം. ബട്ട് എ പ്രോപ്പറി എക്കൊരു ഇൻറ്റൻഷൻ ഇല്ല ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കൊലപ്പെടുത്താൻ. എന്നാൽ അതേ ടൈമിൽ എ വണ്ടി ഓടിക്കുന്നു. എയുടെ വളരെ ബദ്ധശത്രുവായിട്ടുള്ള എനിമി ആയിട്ടുള്ള ബി എ വഴിയിൽ നടന്നു പോകുന്ന എ കാണുകയാണ്. എ പർപ്പസ്ഫുള്ളി ബി എ ഹിറ്റ് ചെയ്യാൻ തന്നെ എയിം ചെയ്തുകൊണ്ട് റോഡിലൂടെ വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു. ആ വാഹനം ബിയെ ഹിറ്റ് ചെയ്യുന്നു. അവിടെ ബി മരണപ്പെടുകയാണ്. ഈ കേസിൽ പ്രോപ്പറായിട്ട് മർഡറാണ് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ അതിന് മുമ്പ് പറയുന്ന കേസിലോ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അതാണ് ആക്ച്വലി ഇത് തമ്മിലുള്ള കീ ഡിഫറൻസ്, ഇൻറ്റൻഷൻ ആൻഡ് നോളജ്. പിന്നെ നമുക്ക് ഈ കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡറിനെ നമുക്ക് ബ്യൂട്ടിഫുള്ളി കണക്ട് ചെയ്യാം. ബിക്കോസ് ഓൾ മർഡേഴ്സ് ആർ കൾപ്പബിൾ ഹോമിസൈഡ്, ബട്ട് നോട്ട് ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ആർ മർഡർ. നമുക്കത് വേറെ രീതിയിലും പറയാം. കൾപ്പബിൾ ഹോമിസൈഡ് ഒരു വളരെ ബ്രോഡർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതിനെ നമുക്ക് ജനറൽ അല്ലെങ്കിൽ ജനസ് എന്ന് പറയാം. എന്നാൽ നമ്മുടെ കൾപ്പബിൾ ഹോമിസൈഡ് കഴിഞ്ഞിട്ടുള്ള മർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സ്പെസിഫിക് ഓർ സ്പീഷീസ് എന്ന് പറയും. കൾപ്പബിൾ ഹോമിസൈഡിന്റെ ജനസ് എന്ന് പറയുമ്പോൾ മർഡറിനെ നമ്മൾ സ്പീഷീസ് എന്നാണ് പറയുന്നത്. സോ ഈ കൾപ്പബിൾ ഹോമിസൈഡ് ചില ടൈമിൽ നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നൊരു ഏരിയയിൽ വരും. കൾപ്പബിൾ ഹോമിസൈഡിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ആൻഡ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ഈസ് ആക്ച്വൽ മർഡർ itself as per section 300 of IPC and our new law it's 101 in BNS ഭാരതീയ ന്യായ സംഹിത. ആൻഡ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ വരുമ്പോൾ അത് ഒരു 5 ഒക്കേഷൻസ് ആണ് അല്ലെങ്കിൽ 5 ഇൻസ്റ്റൻസ് ആണ് ഈ കൾപ്പബിൾ ഹോമിസൈഡിനെ മർഡർ ആക്കാത്തത്. ദാറ്റ്സ് വൺ ഈസ് സഡൻ പ്രൊവോക്കേഷൻ, സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ആൻ ആക്ട് ബൈ എ പബ്ലിക് ഏജന്റ്. And third one, when someone exceeds its limit of private defense. And fourth എന്ന് പറഞ്ഞത് ഒരു പേഴ്സൺ കൺസെൻറ്റ് കൊടുക്കുകയാണ്, മരണപ്പെടാനുള്ള കൺസെൻറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ടൈമാണ്. ദെൻ ആ കേസിലും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആവും. ദെൻ ഫിഫ്ത്ത് കേസ് എന്ന് പറഞ്ഞാൽ
സഡൻ ആയിട്ടുള്ള ഫൈറ്റ് വിത്തൗട്ട് എനി പ്ലാനിങ് ഓർ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ. ഈ കേസിലാണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ വരുന്നത്. സോ കൾപ്പബിൾ ഹോമിസൈഡ് ആസ് പെർ സെക്ഷൻ 299 ഓഫ് IPC ആയിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് 100 ഓഫ് BNS ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ഈ പറഞ്ഞ 5 ഇൻസ്റ്റൻസസിലാണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ വരുന്നത്. സോ കൾപ്പബിൾ ഹോമിസൈഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡറും. സോ അതിപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ കൾപ്പബിൾ ഹോമിസൈഡ് മർഡറിൽ ശരിക്കും മനസ്സിലായത് എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻറ്റൻഷൻ. ഇഫ് അവർ ഇൻറ്റൻഷൻ ഈസ് ഡെലിബറേറ്റ്, പ്ലാൻഡ് ഓർ പ്രിപ്പയർഡ്, ദെൻ ദാറ്റ്സ് മർഡർ. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അതേപോലെ തന്നെ കൾപ്പബിൾ ഹോമിസൈഡ് വരുന്നത് ഇഫ് ദാറ്റ് നമ്മൾ ഡെലിബറേറ്റ്ലി അല്ല അത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷൻ ഫുള്ളി ഒരു ഇൻറ്റൻഷൻ അല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ്സ് കൾപ്പബിൾ ഹോമിസൈഡ്. സോ ഇതാണ് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്വിക്ക് എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ദെൻ ഡു കമൻറ്റ് ആൻഡ് ലൈക്ക്. ദെൻ നിങ്ങൾക്ക് ഈ കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡറിനെ പറ്റി ഒരു ലോങ് ആയിട്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഡു കമൻറ്റ്. ദെൻ ഐ ക്യാൻ നല്ലൊരു വീഡിയോ, നല്ല പ്രിപ്പയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സെക്ഷൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം. സോ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ മെയ്ഡ് സിമ്പിൾ വിത്ത് മിൻറ്റ് ലോ അവെയർ. മിൻറ്റ് ലോ അവെയർ വെച്ചിട്ട് നിങ്ങൾക്ക് ലോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുകയും ലോയിനെ പറ്റി നല്ല അവെയർനെസ് തരുന്ന കാര്യവും ഞങ്ങൾ മിൻറ്റ് ലോ അവെയർ ഏറ്റു. സോ നിങ്ങൾ എല്ലാവരും ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് താങ്ക് യു.